ഇത് ഹൈക്കോർട്ട് ജംഗ്ഷനാണ്. ലെഫ്റ്റിലേക്ക് പോകുന്നത് കണ്ടെയ്നർ റോഡ്. ഇത് മേനക തിയേറ്ററിൻ്റെ അങ്ങോട്ട് പോകുന്നതാണ്. ഇവിടെ നിന്ന് നമ്മൾ കടൽ സൈഡിലേക്കാണ് പോകേണ്ടത്. ഈ ഭാഗത്തായിട്ടാണ് കൊച്ചി വാട്ടർ മെട്രോ സ്ഥിതി ചെയ്യുന്നത്. എൻ്റെ ഓഫീസ് ഇവിടെ ആയിട്ടാണ്. ഈ കാണുന്നതാണ് ഓഫീസ്. ഇവിടെ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് വേണം യാത്ര ചെയ്യാൻ. നമ്മൾ ഫോർട്ട് കൊച്ചിയിലേക്കാണ് ഇന്നത്തെ ട്രിപ്പ് പരിപാടി ഇട്ടിരിക്കുന്നത്. ഇത് ടിക്കറ്റ് കൗണ്ടറാണ്. ഇവിടെ നിന്ന് 40 രൂപ എടുത്ത് നമുക്ക് ഫോർട്ട് കൊച്ചിക്ക് ടിക്കറ്റ് എടുക്കാം. ഇൻസ്ട്രക്ഷൻസും ടൈമിങ്ങും മറ്റും ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതാണ് കാർഡ്. ഇത് സ്വൈപ്പ് ചെയ്തിട്ട് വേണം നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ. ഇന്ന് നല്ല തിരക്കുള്ള ദിവസമാണ്. ഉത്തരേന്ത്യക്കാർ കുറേ ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോറിൻ ടൂറിസ്റ്റുകളും കാണുന്നുണ്ട്. ഈ വഴിയിലൂടെ നടന്നിട്ട് വേണം നമുക്ക് ബോട്ടിലേക്ക് കയറാൻ. ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ബോട്ട്. ബോട്ട് പുറപ്പെടാൻ സമയമായി. പലരും അങ്ങോട്ട് ഓടുന്നുണ്ട്. നമുക്കകത്തേക്ക് പ്രവേശിക്കാം. നല്ല തിരക്കായതിനാൽ ഉദ്ദേശിച്ചതുപോലെ സീറ്റ് കിട്ടിയില്ല. അതുകൊണ്ട് ഷൂട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കൊച്ചിക്കായലിലൂടെയുള്ള ഈ യാത്ര വളരെ മനോഹരമാണ്. ശാന്ത മനോഹരമായ കൊച്ചിക്കായൽ. ഈ യാത്രക്കിടയിൽ നമുക്ക് കണ്ടുമുട്ടാൻ കഴിയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന് ഐലൻഡ്, വെല്ലിംഗ്ടൺ ഐലൻഡ്. അതിൻ്റെ ദൃശ്യങ്ങൾ കാണാം. ഇത് കൊച്ചിയിലെ കായൽ പരപ്പാണ്, ഉൾക്കടലല്ല. ഉൾക്കടൽ കാണണമെങ്കിൽ നമ്മൾ ഫോർട്ട് കൊച്ചിയിൽ പോകണം. അവിടെയുള്ള വ്യൂ പോയിന്റിൽ പോയിട്ട് കാണാൻ കഴിയുന്നതാണ്. ഇതിനുശേഷം നമ്മൾ ഫോർട്ട് കൊച്ചിയിലേക്ക് പോകുമ്പോൾ അവിടെ നിന്നും നമുക്ക് വ്യൂ പോയിന്റിൽ പോയിട്ട് ഉൾക്കടൽ കാണാം. അകലെ ഗോശ്രീ പാലം കാണാം. ഇത് യാത്രക്കിടയിൽ നമ്മൾ മുൻകരുതൽ എടുക്കേണ്ട പ്രിക്കോഷൻസാണ്. ലൈഫ് ജാക്കറ്റ് ധരിക്കുന്നത് എങ്ങനെയെന്നും മറ്റുമാണ് ഈ വീഡിയോയിൽ പറയുന്നത്.
ഇത് കണ്ടെയ്നർ ടെർമിനലാണ്. അങ്ങനെ നമ്മൾ ഫോർട്ട് കൊച്ചിയിൽ എത്തിക്കഴിഞ്ഞു. ഫോർട്ട് കൊച്ചിയിലെ ചീനവലയാണ് കാണുന്നത്. ഫോർട്ട് കൊച്ചി ഹാർബറിൽ ബോട്ടെടുക്കുകയാണ്. ഇത് കടൽ തീരത്ത് നമുക്ക് കാണാൻ കഴിയുന്ന പോർച്ചുഗീസുകാരുടെ പഴയ കോട്ടയാണ്. കോട്ടയുടെ അവശിഷ്ടങ്ങൾ ആ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ അതവിടെ കാത്തു സൂക്ഷിക്കുകയാണ്. ഫോർട്ട് കൊച്ചി കടൽ തീരം വളരെ ശാന്തവും അതേസമയം വളരെ വിശാലവുമാണ്. നിറയെ മരങ്ങളാണ്. എപ്പോൾ നോക്കിയാലും നല്ല കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് മധ്യാഹ്നത്തിലും നല്ല സുഖകരമായ അന്തരീക്ഷമാണ് നമുക്കിവിടെ അനുഭവപ്പെടുക. ഇവിടേക്ക് നിരവധി ടൂറിസ്റ്റുകൾ ദിനം പ്രതി എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതെല്ലാം പോർച്ചുഗീസുകാരുടെ പഴയ ബംഗ്ലാവുകളാണ്. ഇവിടെ ഇപ്പോൾ നട്ടുച്ച നല്ല വെയിലാണ്. പക്ഷെ വെയിലിന് ചൂടില്ല, കാരണം നല്ല തണുത്ത കാറ്റാണ് വീശിക്കൊണ്ടിരിക്കുന്നത്.